PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മാത്സിൽ PSCയുടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എഴുതി ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2-3 സെക്ഷനായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോഴാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിക്ക് നോക്കാം. ആദ്യത്തേത് പറയുന്നത് ഏതൊരു സംഖ്യയെയും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ, ഏതൊരു സംഖ്യയും ഏതെങ്കിലും ഒരു സംഖ്യ x ആണെന്ന് വിചാരിക്കുക, ഏതൊരു സംഖ്യയെയും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ ഗുണിക്കാതെ എഴുതാനായിട്ട് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊരു സംഖ്യയും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 48 × 5 66 × 5 ഓക്കെ 88 × 5 248 × 5 ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് വെക്കാം. നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചോദിക്കില്ല. ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് സോൾവ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഇങ്ങനത്തെ സെക്ഷനൊക്കെ എത്തി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഗുണിച്ച് നോക്കാതെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ആൻസർ സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതിനാണ് നമ്മൾ ഈ ട്രിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എക്സാമിന് നമുക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആവും. അപ്പോൾ നോക്കാം. ആദ്യത്തേത് 48 × 5. ഇത് നമ്മൾ സാധാരണ ഗുണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? 48 × 5 എഴുതി 5 8 40 0 4 ബാലൻസ് വരും. 5 4 20 20 4 24 ഇങ്ങനെയാണ് നമ്മൾ ഗുണിച്ചെഴുതുന്നത്. അപ്പം നമ്മൾ അവിടെ ടേബിളൊക്കെ നോക്കി എന്താണ് ഗുണിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എന്തായാലും പോകും. അപ്പം അതിന് പകരം നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ നോക്കാം. 48 × 5 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഏതൊരു സംഖ്യയും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 48 അല്ലേ, അതുകൊണ്ടാണ് ഗുണിക്കുന്നത്. അതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, 48ൻ്റെ പകുതി എത്രയാണ്? 24 അതിനോട് കൂടിയിട്ട് ഒരു 0 ചേർത്താൽ മതി. ഏത് സംഖ്യയാണോ 5 കൊണ്ട് ഗുണിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുക, കൂടെ ഒരു 0 ചേർക്കുക. ആൻസറായി. ഒന്നും ചെയ്യാനില്ല. കണ്ടോ, ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ചെയ്തത്? ഏത് സംഖ്യയാണോ 5 കൊണ്ട് ഗുണിക്കുന്നത് അതിൻ്റെ പകുതി എഴുതുക, അതിനോടൊപ്പം ഒരു 0 ചേർക്കുക. ആൻസറായി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 66 × 5. 66 × 5 എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്തത് എന്താണ്? പകുതി എടുക്കുക. 66ൻ്റെ പകുതി എത്രയാണ്? 6ൻ്റെ പകുതി 3 ദെൻ 3 33. അതിനോടുകൂടി എന്ത് ചേർക്കുക? 0 ചേർത്താൽ ആൻസറായി. എളുപ്പമല്ലേ? ഒന്നും ചെയ്യാനില്ല. എന്താണ്? ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? 88 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? 44. അതിനോടൊപ്പം ഒരു 0 ചേർത്താൽ ഇവിടുത്തെ ആൻസറായി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 248ൻ്റെ പകുതി കാണാൻ അറിയാത്തവരുണ്ടോ? ഇല്ല. എങ്ങനെ പകുതി കാണാം? ഇത്രയും വലിയ സംഖ്യ ആണെങ്കിൽ ആദ്യത്തെ നമ്പർ നോക്കുക. 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി 4. ഓക്കെ, അപ്പം 124 248ൻ്റെ പകുതി. അതിനോടൊപ്പം ഒരു 0 ചേർത്താൽ എന്തായി? ആൻസറായി. എളുപ്പമാണ്. എന്താണ്? ഒന്നും ചെയ്യാനില്ല. ഏത് സംഖ്യയാണോ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് പകുതി എടുക്കുക, അതിനോടൊപ്പം ഒരു 0 ചേർത്താൽ എന്തായി? ആൻസറായി. ഇനി ഇങ്ങനെ പകുതി എടുക്കാൻ പറ്റാത്തത്, ഇപ്പം നമ്മൾ ഇരട്ട സംഖ്യകളായപ്പോൾ നമുക്ക് പകുതി എടുക്കാനായിട്ട് പറ്റി. ഇനി നമ്മൾ വേറൊരു നമ്പർ നോക്കാം. 45 × 5 ആണെന്ന് വെക്കാം. അപ്പം നമുക്ക് 45ൻ്റെ പകുതി എടുക്കാമെന്ന് പറയുമ്പോൾ എന്താണ്? പോയിന്റ് ഒക്കെ വരും. അങ്ങനെയുള്ള കേസിൽ ഒറ്റ സംഖ്യകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഏത് സംഖ്യയാണോ, ഇപ്പം 45 ഇവിടെ, അതിന് തൊട്ട് മുൻപുള്ള ഇരട്ട സംഖ്യ ഏതാണ്? 45ന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ ഏതാണ്? 44 ആണല്ലോ. ഈ 44ൻ്റെ പകുതി എടുക്കുക. ഓക്കെ, ഏതാണ്? ഈ നമ്പർ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിന്റ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് തൊട്ട് മുൻപുള്ള ഇരട്ട സംഖ്യ എടുക്കുക. 44 അതിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ പകുതി എത്രയാണ്? 22. അതിനോട് 5 ചേർക്കുക. ഓക്കെ, ഒന്നുമില്ല. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ നേർ പകുതി എടുത്തു, അതിനോടൊപ്പം ഒരു 0 ചേർത്തു. ആൻസറായി. ഇനി ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് പകുതി എടുക്കുമ്പോൾ പോയിന്റ് വരുന്ന സംഖ്യകളാണെങ്കിൽ എന്ത് ചെയ്യുക? അതിന് തൊട്ട് മുൻപുള്ള ഇരട്ട സംഖ്യ എടുക്കുക, അതിൻ്റെ പകുതി എടുത്തിട്ട് അതിനോടൊപ്പം 5 ചേർക്കുക. ആൻസറായി.
ഇനി വേറൊരു നമ്പർ നോക്കാം. ഇപ്പം എന്താണ് 133 വിചാരിക്കാം. 133 ഇൻറ്റു 5 വിചാരിക്കാം. 133 ഇൻറ്റു 5 ഇതൊരൊറ്റ സംഖ്യയാണല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് പകുതിയാക്കുമ്പോൾ പോയിന്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് തൊട്ട് മുന്നുള്ള നമ്പർ എത്രയാണ്? 132. ഇനി 132ൻ്റെ പകുതി എടുക്കാം. 132ൻ്റെ പകുതി എങ്ങനെ കാണാം? 13ൻ്റെ പകുതി കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 13ന് തൊട്ട് മുൻപുള്ള നമ്പർ 12. 12ൻ്റെ പകുതി 6. ഇനി ഇവിടെ 12 കഴിഞ്ഞാൽ 13ൽ ബാക്കി എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 12. 12ൻ്റെ പകുതി എത്രയാണ്? 6 തന്നെ. ഓക്കെ, അപ്പോൾ 132ൻ്റെ പകുതി എത്രയാണ്? 66 എന്ന് കിട്ടി. ഓക്കെ, ഈ 66നോട് എന്ത് ചേർക്കുക? ഒരു 5 ചേർക്കുക. ആൻസറായി. ഓക്കെ, ഒന്നും ചെയ്തില്ല. എന്താണ് ചെയ്തത്? ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഏത് സംഖ്യയാണോ ഗുണിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുന്നതിന് പകരം അതിന് തൊട്ട് മുൻപുള്ള നമ്പർ എടുത്തു, ഇരട്ട സംഖ്യ എടുത്തു. ആ ഇരട്ട സംഖ്യയുടെ പകുതി കണ്ടിട്ട് അതിനോട് 5 കൂട്ടി. ആൻസറായി. ഓക്കെ, വളരെ എളുപ്പമാണ്. വേറൊരു നമ്പർ വേണമെങ്കിൽ നോക്കാം. 37 ഇൻറ്റു 5 ആണെന്ന് വിചാരിക്കാം. 37 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇരട്ടിയല്ലല്ലോ, അപ്പോൾ പകുതി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് ഏതാണ്? 36 ആണല്ലോ. 36ൻ്റെ പകുതി എത്രയാ? 18 ആണല്ലോ. 18 എടുത്തു, അതിൻ്റെ കൂടെ ഒരു 5 ചേർത്തു. അപ്പോൾ ആൻസറായി 185. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നും ചെയ്തില്ല. നമ്മൾ വളരെയധികം എളുപ്പത്തിൽ ഗുണിക്കാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 5 കൊണ്ട് ഗുണിക്കാനുള്ളത്. എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോക്കാം. നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് ഏത് നമ്പറിനെയും 75 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഗുണിക്കാം. 75 കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറിന് ഗുണിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും പ്രോബ്ലംസിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഗുണിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് സംഖ്യ എടുത്താലും, ഫോർ എക്സാമ്പിൾ 18 ഇൻറ്റു 75, അല്ലെങ്കിൽ 22 ഇൻറ്റു 75, 36 ഇൻറ്റു 75, ഇങ്ങനെ ഏതെങ്കിലും പ്രോബ്ലംസിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 18 ഇൻറ്റു 75 എഴുതി ഗുണിക്കണം. 8 5 40, 0 4, അങ്ങനെ നമ്മൾ സ്റ്റെപ്പായി ചെയ്യണം അല്ലേ? 4 ശിഷ്ടം വന്നു, ഒരു 5 5 4 9, 8 7 56, 5 1 7 7 5 12. ഓക്കെ, 0 5. ഇങ്ങനെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതൊന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുമെന്ന് നോക്കാം. എങ്ങനെ കിട്ടും നോക്കാം. ആദ്യത്തേത് എന്താ? 18 ഇൻറ്റു 75. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആദ്യം ചെയ്യേണ്ട കാര്യം 75നോട് ഏത് നമ്പറാണ് ഗുണിക്കുന്നതെന്ന് നോക്കാം. ഏതാണ്? 18 ആണ്. ഓക്കെ, 18നോടാണ് 75 ഗുണിക്കുന്നത്. അപ്പോൾ ആ 18ൻ്റെ പകുതി എടുക്കുക. 18ൻ്റെ പകുതി എത്രയാണ്? 9. 9 ആണ് 18ൻ്റെ പകുതി. ഇനി അതിനോട് 2 0 ചേർക്കാം. അപ്പോൾ എത്രയായി? 900 ആയി. ഇനി അതിൻ്റെ പകുതി എടുക്കുക. 900ൻ്റെ പകുതി എത്രയാണ്? 450 ആണല്ലോ. അപ്പോൾ 450 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ ആൻസർ. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 5 9 4 13. ആൻസർ കിട്ടിയല്ലോ. നമുക്ക് എന്ത് കിട്ടി? ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ 2 സ്റ്റെപ്പിൽ ആൻസർ എഴുതി. എങ്ങനെയാണ് ചെയ്തത്? ആദ്യം തന്നിരിക്കുന്ന നമ്പർ, ഏത് നമ്പറിനോടാണോ 75 ഗുണിക്കുന്നത് അതിൻ്റെ പകുതി എടുത്തു, അതിനോട് 2 0 കൂട്ടി, ദെൻ അതിൻ്റെയും പകുതി എടുത്തു, എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്തു. ഒന്നും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 22 ഇൻറ്റു 75 നോക്കാം. 22 ഇൻറ്റു 75 എന്ന് പറയുമ്പോൾ ഇവിടെ 22 അല്ലേ? അതിൻ്റെ പകുതി എത്രയാ? 11. 11നോട് എന്ത് ചെയ്യണം? 2 0 ഇടണം. ഈ 2 0 ഇട്ടാൽ ഇതിൻ്റെ പകുതി 1100ൻ്റെ പകുതി എത്രയാണ്? 11 അറിയാം. 10ൻ്റെ പകുതി എത്രയാ? 5. ഇവിടെ ബാക്കി ഒന്നിങ്ങോട്ട് പോകുമ്പോൾ 10, ദെൻ 5 0. അപ്പോൾ 550 1100ൻ്റെ പകുതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. 0 5 6 1. ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എളുപ്പമാണല്ലോ. ഒന്നും ചെയ്തില്ല. നമ്മൾ 75നോട് ഏത് സംഖ്യയാണോ ഗുണിക്കുന്നത് അതിൻ്റെ പകുതി എടുത്തു, അതിനോട് 2 0 കൂട്ടി, ദെൻ അതിൻ്റെ പകുതി എടുത്തു, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. ആൻസറായി. ഓക്കെ, ഇനി അടുത്ത നമ്പർ നോക്കാം.
36 ഇൻറ്റു 75. 36 ഇൻറ്റു 75 എന്ന് പറയുമ്പോൾ 36ൻ്റെ പകുതി എത്രയാണ്? 18. അതിനോട് 2 പൂജ്യം ചേർക്കുക. അപ്പോൾ എന്തായി? 1800 ആയി. 1800ൻ്റെ പകുതി എത്രയാണ്? 900. അതെല്ലാവർക്കും അറിയാലോ. ദെൻ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 0, 9, 17, 1 ബാലൻസ് 2, 2700 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമല്ലേ? ഒന്നും ചെയ്യാനില്ല. നമ്പർ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ പകുതി എഴുതുക, 2 പൂജ്യം ചേർക്കുക, അതിൻ്റെ പകുതി എഴുതുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇതിനെക്കാട്ടിലും എളുപ്പം ഇതാണെന്ന് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ അടുത്തത് നോക്കാം. 44 ഇൻറ്റു 75. ഓക്കെ, എങ്ങനെയാണ്? 44ൻ്റെ പകുതി എടുക്കുക, 22. അതിനോട് എന്ത് ചെയ്യുക? 2 പൂജ്യം ചേർക്കുക. ദെൻ 2200, അതിൻ്റെ പകുതി എടുക്കുക, 1100. ദെൻ അത് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 0, 0, 3, 3. കിട്ടിയല്ലോ? എളുപ്പമല്ലേ? അപ്പോൾ ഇതാണ് ഈസി മെത്തേഡ്. അപ്പോൾ 75നോട് ഗുണിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം ഏത് നമ്പറാണെന്ന് നോക്കുക. 75നോട് ഏത് നമ്പറാണോ ഗുണിക്കുന്നത് അതിൻ്റെ പകുതി എടുത്തു, അതിനോട് 2 പൂജ്യം ചേർത്തു, ദെൻ ആ കിട്ടുന്ന നമ്പറിൻ്റെ പകുതി എടുത്തു, ദെൻ അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തു. ഈസിയാണ്. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ട്രിക്സ്. ഇതിലും കൂടുതൽ ട്രിക്സ് ഇനിയുമുണ്ട്. അത് നമ്മൾ വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ മാത്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.